ഈദ് മുബാറക്. സോ കഴിഞ്ഞ പെരുന്നാൾ പോലെ തന്നെ ഈ പെരുന്നാളും നമ്മളെല്ലാവരും വീട്ടില് തന്നെ ആഘോഷിക്കാൻ വേണ്ടി പടച്ചോൻ കൽപ്പിച്ചു വെച്ചേക്കാണല്ലേ. സോ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ എടുക്കുക. അപ്പൊ ഞങ്ങളും ഇത്തവണ വീട്ടില് തന്നെയാണ് പെരുന്നാള് ആഘോഷിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക, ആഘോഷമൊന്നുമില്ല, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷം അല്ലേ അമ്മ? അപ്പോ നമ്മള് ഇന്ന് പെരുന്നാളിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പെഷ്യൽ ആവുമല്ലോ, എല്ലാവരും പെരുന്നാളിന് ഫുഡ് ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്താണോ അതാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. സോ അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഉമ്മാടുത്ത് ചോദിക്കാം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഒറോട്ടിയും ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒറോട്ടി എന്ന് പറയുമ്പം നമ്മുടെ ഏത് ഒക്കേഷനിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിയാണ്. അതായത് നമ്മുടെ നാട്ടില് നമ്മൾ എന്ത് പരിപാടി വന്നാലും നമുക്ക് പത്തിരി ഒഴിച്ചുകൂടാനാവാത്ത പരിപാടി ഇല്ല. അതെ, അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഒറോട്ടി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫുഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒറോട്ടിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഭയങ്കര ബുദ്ധിമുട്ടല്ല, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അത് നമ്മള് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് റോസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്പെഷ്യൽ, പെരുന്നാളിന്റെ സ്പെഷ്യൽ ആണ് ഒറോട്ടിയും ബീഫ് റോസ്റ്റും. അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്കലത്തെ സ്പെഷ്യൽ ഇൻഷാല്ലാ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ നമ്മുടെ ചാനലിലെ ഗിവ് അവേ നല്ല കിടിലനായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും വേഗം തന്നെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. കാരണം 9-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ടൈം വേഗം പോകും കേട്ടോ. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഒപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെ, ഇനി അധികം താമസിക്കാതെ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം. അതുപോലെ തന്നെ കമന്റ്സ് ഇടണം. അപ്പൊ നമുക്ക് വൺസ് അഗൈൻ എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈദ് മുബാറക്. ബീഫ് റോസ്റ്റിന് വേണ്ടി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 10-20 ഉള്ളി ഉണ്ട്, അത് അരിഞ്ഞത് ഇതിലേക്ക് ഇടണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ കുരുകുരുന്ന് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതിടണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഈ ബീഫിൽ തന്നെ ഉണ്ടാകും, വെള്ളം നമ്മൾ സെപ്പറേറ്റ് ഒഴിക്കണില്ല. ശരിക്കും ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഉള്ളിയൊക്കെ ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കത്തിക്കാം. എന്നിട്ട് ഇതിന്റെ വേവ് അനുസരിച്ചിട്ട് വേണം ഇതിന്റെ വിസിൽ പോകാനായിട്ട്. ഇതിപ്പോ ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് 1 വിസിലും പിന്നെ അത് ലോ ഫ്ലെയിമിൽ ഒരു 5 വിസിലുമാണ് കളയുന്നത്. ഇതിന്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം വിസില് കളയാനായിട്ട്. അപ്പൊ നമുക്ക് ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒറോട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിപ്പോൾ ഈ മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു
മുറി തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പൊറോട്ടി ഉണ്ടാക്കാനായിട്ട് പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പൊ ഞാൻ അത് ആ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ പൊടി ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. ഒന്ന് തിളക്കിട്ടേ വെള്ളം. ഇതിപ്പോ ഒരു വിസിൽ പോയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പോയി. ഇനി സിമ്മിൽ ഇട്ടേക്കാണ് ഞാൻ. ഇനി ഒരു 4-5 വിസിലും കൂടി ഒന്ന് പോണം സിമ്മിൽ കിടന്നിട്ട്. ഇതിന്നൊരു ലേശം വെള്ളം, ഒരു 2 കയ്യിൽ വെള്ളം എടുത്തൊന്ന് നീക്കി വെക്കാണ്. പൊടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഇതിന്റെ കൂടെ ചേർക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ, പൊടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇടാം. പൊടി ഒന്ന് വാട്ടിയെടുക്കാം. പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളം ഞാൻ മാറ്റി വെച്ചത് എടുത്തില്ല. എനിക്ക് ആ മറ്റേ വെള്ളം കൊണ്ട് തന്നെ മതിയായി. അപ്പൊ അതെ നന്നായിട്ട് പൊടി വാട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഈ ചൂടോട് കൂടി ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറു ചൂടോട് തൊടുക തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ നന്നായിട്ട് പൊടി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉണ്ടയായിട്ട് എടുക്കണം. പൊറോട്ടി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവണം. അതിനുവേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഉണ്ടകള് പരുത്തി വെക്കുന്നില്ല. ഇത് പിടിപിടിയെന്ന് ഞാൻ പരുത്തിയിട്ട് വേഗം വേഗം ചുട്ടെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് പരുത്തി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യണ്ട. നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഇപ്പൊ ബീഫ് നമുക്ക് വെന്തോന്ന് നോക്കാം. ഇത് വേവനയ്ക്ക് മുമ്പായിട്ട് ഒറോട്ടി ചുട്ട് ഞാൻ എടുത്ത് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് റെഡി ആയോന്ന് വെന്തോന്ന് നോക്കാം. അപ്പൊ നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചേക്കാണ്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ലേശം ഇഞ്ചിയും കൂടി അതിലേക്കൊന്ന് ഇടുന്നുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്കിട്ട് നമ്മുടെ സവാള ഒരു നിറം മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഗരം മസാല നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ലേശം ഇതിലേക്ക് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി. പിന്നെ അതില് ഒരു ലേശം കുരുമുളക് പൊടി. അപ്പൊ നന്നായിട്ട് നമ്മുടെ സവാള നിറമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് അതിലേക്ക് ഒഴിക്കാൻ പോകണം. ശരിയാ. നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ഷെയർ ചെയ്യണം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ്.